നല്ല വരട്ടെ വരട്ടെ, അതന്നെ പോരട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. വെറും ബിരിയാണി അല്ല, റെയിൻബോ ബിരിയാണി. അപ്പോൾ നമ്മൾ റെയിൻബോ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ കളേഴ്സാണ്. ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്യുന്നില്ല, ഫുൾ നാച്ചുറൽ, പക്ക നാച്ചുറൽ ആയിട്ട് നമ്മൾ റെയിൻബോ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമുക്ക് റെയിൻബോ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി കൂട്ടിട്ട് കൊടുക്കാം. ഇതിൽ ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പ് തുടങ്ങിയവ എല്ലാ കൂട്ടുകളും ഇതിലുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ തണ്ടൊക്കെ പൊളിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് ഉപ്പിടാം. നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയെടുത്ത് ഈ അരിനെ നമുക്ക് ഇതിലേക്ക് ഇടാം. നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. കുരുകൾ താഴെ വീഴാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് വേണം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചോറ് വന്നിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ റെയിൻബോ കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫുൾ പക്ക നാച്ചുറൽ കളേഴ്സാണ് ഫുള്ള്. ആദ്യം നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിരിക്കുന്നത്, പിന്നെ മഞ്ഞളുടെ വെള്ളം, അതുപോലെ തന്നെ പുതിന അടിച്ചെടുത്ത ജ്യൂസ്, പിന്നെ അതുപോലെ ക്യാരറ്റ് നമ്മൾ ജ്യൂസാക്കിയത്. ഇനി എങ്ങനെ റെയിൻബോ കളേഴ്സ് നമ്മൾ ഈ ചോറിൽ ആഡ് ആകുന്നത് നോക്കാം. ചോറ് ഇടാം. നമ്മൾ ചൂടുള്ള ചോറ് നമ്മൾ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് പുതിന എടുത്തിടാം. നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് പച്ച കളറാക്കാം. അടുത്ത ഏത് കളർ ഇടാം നമുക്ക്? ഇടാ ഏതിടാ? ഏതെങ്കിലൊക്കെ ഇടാ. മഞ്ഞ ഇട്ടല്ലോ. ഓ, അങ്ങനെ കളർ ബിരിയാണിയിൽ മഞ്ഞ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ക്യാരറ്റ് ജ്യൂസ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ, ക്യാരറ്റ് രക്ഷയില്ല ഫീലേ. മോനെ ബീട്രൂട്ട് കളർ നോക്ക്. ആ, ഗ്രേപ്പ് ജ്യൂസ് ഒഴിക്കണമല്ലേ സോയിലേ? യെസ്. ഓ, ഇതിൽ വിന്നർ പറയുന്നത് ബീട്രൂട്ടാണ് കളറിൽ.
ശരിക്കും കളറാക്കി. അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ ബിരിയാണിനെ റെയിൻബോ സ്റ്റൈലിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അലുമിനിയം ഫോയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേ ഫസ്റ്റ് നമ്മൾ ചോറിടതിന് മുന്നേ ഇങ്ങനെ ഇറക്കി വെക്കാൻ. അണ്ടിപ്പരിപ്പ് മുന്തിരിട്ട് കൊടുക്കാം നമുക്ക്. ഇത് ഈ ഫോയിൽ പേപ്പറിൻ്റെ മേലെ കൊടുക്കാം. അപ്പോൾ മഴവിൽ ബിരിയാണിക്കായി ആദ്യം നമുക്ക് ബീട്രൂട്ടിൻ്റെ ചോറിടാം. ആദ്യം അപ്പോൾ ഇതിൻ്റെ അരികിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒപ്പത്തിലാക്കണം. ഇനി നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഓ എന്താ ചമ്മ. ഇനി പച്ച പുതിന. അപ്പം മിൻറ്റ് ഫ്ലേവറും സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് മഞ്ഞൾ. ഇനി നമ്മുടെ സാധാ നെയ്ച്ചോറ് വെള്ള കളറ്. അപ്പോൾ റൈസെല്ലാം ഇട്ട് നമ്മൾ മഴവില് ഒരു ഷേപ്പിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എടുത്താൽ സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ സക്സസ് ആയില്ലെങ്കിൽ നമ്മളൊന്നും പറയരുത്. അപ്പം സക്സസ് ആക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇതിങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മഴവിൽ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ച പാത്രം. അപ്പോൾ ഞങ്ങളെ ഒന്നും പറയാൻ പാടില്ലെന്ന് ഇപ്പം തന്നെ പറയാറില്ല. ചില പിടിച്ചോട്ടാ അതൊക്കെട്ടാ. അപ്പോൾ ഇനിയാണ് അടിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിങ്ങനെ തിരിച്ച് മെല്ലെ എടുക്കാം. നമുക്ക് ഒരു തിരക്കുമില്ല. ഇപ്പോൾ ചോറൊക്കെ ഇപ്പോഴേ പുറത്ത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വരട്ടെ അതന്നെ പോരട്ടെ. റെഡി. അപ്പോൾ റെയിൻബോ ബിരിയാണി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഫ്രണ്ട്സ്? നമ്മളിങ്ങനെ വിചാരിച്ചില്ലേ ചില ഇതുപോലെ കിട്ടുന്നു വിചാരിച്ചില്ല. വന്ന് ഓ പൊളി. നമ്മളിതിനെ ഇങ്ങനെ എടുത്തിട്ട് നല്ല പക്ക നാച്ചുറൽ റെയിൻബോ ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗം കൊടുക്കാം. നമുക്ക് ഇത്ര മതി ടേസ്റ്റ് ചെയ്യാൻ. തൈര് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ കുറച്ച് ചില്ലി. അപ്പോൾ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് മഴവിലിനെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് മഴവിലിനെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഈ മഴവിൽ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമ്മളിവിടെ ലെയർ ആയിട്ടല്ല കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്, നമ്മളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. സാലഡ് സംഭവം എല്ലാം മിക്സ് ആയതുകൊണ്ട് ഇതിന് ടേസ്റ്റ് ശരിക്കും പിടിയിടുന്നില്ല. എല്ലാം കൂടി അടിപൊളിയാണ് സാധനം. എല്ലാം കൂടി ഒരുമിച്ചപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മൾ ശരിക്കും സെപ്പറേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണമായിരുന്നു അല്ലേ? കുഴപ്പമില്ല അത്. പിന്നെ ഇതിൽ പ്രത്യേകം അറിയുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിനൻ്റെ ആണ്. ശരിയല്ലേ? പുതിനൻ്റെ എഫക്റ്റ് കുറച്ച് അറിയുന്നുണ്ട് നന്നായിട്ട്. മിന്റിൻ്റെ അല്ലേ? ബീട്രൂട്ട് ഉണ്ട് കഴിക്കുന്നത്. സെറ്റ് അടിപൊളി. എനിക്ക് വേറൊരു ടേസ്റ്റ് വന്നു അല്ലേ? എന്തോ ഒരു വെറൈറ്റി.
ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റ് മിക്സ്ഡ്. ഈ ബിരിയാണിയുടെ ഈ ചില്ലി ചിക്കനും ഈ തൈര് ചട്നിയും കൂടെ ആയപ്പോൾ ഒന്നും പറയണ്ട. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല ചില ആൾക്കാർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വന്നിട്ട് മിൻറ്റിൻ്റെ ഫ്ലേവർ അധികം ആഡ് ചെയ്യണ്ട, ഒരു കുറച്ച് മതി. കളർ അധികം ആയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. അത് മാത്രം ഇതിലൊരു ചെറിയ പ്രശ്നമായിട്ട് പറയാനുള്ളൂ. ബാക്കി പിന്നെ എല്ലാം നല്ല അടിപൊളി സെറ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ മേലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക. താഴെയുള്ളത് സോറി. അപ്പോൾ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ വേണ്ടി അവിടത്തേക്ക് അപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടെ അന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചടപടേന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനിയും ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.